ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനൊരു 2 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആദില നൂറ പോസ്റ്റ് ചെയ്തൊരു വിത്ത് ടുട്ടു എന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് ചെയ്തിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അബൌട്ട് അതിൽ തന്നെ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് ഷാനവാസിക്കെതിരെ ഡിഗ്രേഡിംഗ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഫേക്ക് കമൻറ്റ്സ് എന്നൊക്കെ. വീണ്ടും ഈ സെയിം പോസ്റ്റിൽ തന്നെ ഒരു കമൻറ്റ്, അത് ഞാൻ ശ്രദ്ധിക്കാതെ പോയി, പക്ഷേ എനിക്ക് ഒരാൾ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് സൈഡിൽ വെച്ചേക്കാം. അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വന്നു. അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരാൾ പറയുന്നുണ്ട്, നെഞ്ചിൽ കൊണ്ട് നടന്നിരുന്ന ഒരു പുന്നാര ആങ്ങളെ ഉണ്ടായിരുന്നല്ലോ, എവിടെ പോയി? കൊച്ചി പോയിട്ട് അവരെ ഒന്ന് കാണാൻ കൂടി പോയില്ല. ഇതാണ് തുടക്കം. അതായത് മനസ്സിലായി കാണുമല്ലോ ആരാന്നുള്ളത്. അപ്പം കൊച്ചി പോയിട്ട് ആദില നൂറേനെ കാണാൻ പോയില്ല എന്നാണ് ഇവർ ഈ പറഞ്ഞു വെക്കുന്നത്. ഫസ്റ്റ്ലി, കാണാൻ പോകണോ പോകണ്ടോ എന്നുള്ളത് ആളുടെ പേഴ്സണൽ ചോയ്സാണ്. അല്ലാതെ നിങ്ങൾ നിർബന്ധിച്ച് ഇങ്ങനെ കാണാൻ വിടുന്ന കാര്യമൊന്നുമില്ല. പിന്നെ എന്നാൽ ഈ വേർഡ് ഉണ്ടായിരുന്നല്ലോ, പുന്നാര ആങ്ങള. ഈ പുന്നാര ആങ്ങളയോട് ഇവരൊക്കെ ചെയ്ത് കൂട്ടിയത് എന്താണെന്നുള്ളത് ലൈവ് കണ്ട എല്ലാവർക്കും അറിയാം. മോസ്റ്റ്ലി എല്ലാവർക്കും അറിയാം എന്താണ് ഇവർ കാട്ടിക്കൂട്ടിയതെന്നും ഷാനവാസിക്കിനെ എന്തൊക്കെയാണ് ഇവർ പറഞ്ഞതെന്നും പാതിരാത്രി വരെ ഇരുന്ന് കുറ്റം പറഞ്ഞതും മെയിൽ ഷോവനിസ്റ്റ് എന്ന് വിളിച്ചതും ഒരുപാട് അദ്ദേഹത്തെ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ചെയ്തതും എല്ലാം നമുക്ക് നന്നായിട്ടറിയാം. അപ്പോഴും അവരോടുള്ളൊരു ഇമോഷണൽ കണക്ഷൻ വെച്ചിട്ടും അവരെ പെങ്ങന്മാരാക്കിയതും കൊണ്ട് മാത്രമാണ് അപ്പോഴും ബിഗ് ബോസിനകത്ത് വെച്ച് ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിന്നത്. ഒരിക്കൽ പോലും ഈ പെങ്ങന്മാരെ ഷാനവാസിക്കാരിൽ ഒരിക്കൽ പോലും എന്താ പറയുക, തള്ളിപ്പറയുകയോ അവരെ ഇറങ്ങിന്ന് കുത്തുകയോ ചെയ്തിട്ടില്ല. നോമിനേഷനിൽ ഇതുവരെ ഷാനവാസിക്ക ഒരു 100 ദിവസം അവിടെ നിന്നാലും നോമിനേഷനിൽ ഒരിക്കൽ പോലും ആദില നൂറേനെ ഷാനവാസിക്ക പറഞ്ഞിട്ടില്ല. അതിൽ വിപരീതമായി ആദില എന്താ ചെയ്ത് കൂട്ടി എന്നൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. അതായത് ഷാനവാസിക്കേനെ പറഞ്ഞിട്ട് ഷാനവാസിക്കേനെ പറഞ്ഞില്ല എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ അവിടെ അരങ്ങേറിയതായിരുന്നു. അതെല്ലാവരും കണ്ടതാണ്. എന്നിട്ട് ഈ പൊട്ടന്മാരെക്കൂട്ട് അല്ലെങ്കിൽ പൊട്ടികളെക്കൂട്ട് ഇതുപോലെ കമൻ്റ് ഇടുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതിനുള്ള റിപ്ലൈ ആണ് പൊളിച്ചത് കേട്ടോ. ഒരുത്തൻ വന്ന് റിപ്ലൈ ചെയ്തിട്ടുണ്ട്, അവൻ ബ്ലഡ് മാറ്റി അനുമോളുടെ ബ്ലഡാണ് ഇപ്പോൾ ഓടുന്നത്. ഇതാണ് അതിൻ്റെ റിപ്ലൈ. സത്യം പറഞ്ഞാൽ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് അനുമോളുടെ വീട്ടിൽ പോയി അനുമോളുമായിട്ട് ഫോട്ടോ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ഷാനവാസിക്ക പോസ്റ്റ് ചെയ്തോ? മനസ്സിലായില്ല. കേരള വിഷൻ്റെ അവാർഡിൻ്റെ ടൈമിൽ ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നു. കാഷ്വലായിട്ട് ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തു. അതിനിപ്പോൾ എന്താണ് പ്രശ്നം? ആ ഒരു കമൻറ്റ് ആദില ലൈക്ക് ചെയ്തിട്ടുണ്ട്. അതാണ് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ട്. അവൻ ബ്ലഡ് മാറ്റി അനുമോളുടെ ബ്ലഡാണ് ഇപ്പോൾ ഓടുന്നത് എന്നുള്ളൊരു കമൻറ്റ് ആദില ലൈക്ക് ചെയ്തിട്ടുണ്ട്. ആദില കാണാതെ ആയിരിക്കത്തില്ലല്ലോ ലൈക്ക് ചെയ്തതല്ലേ. അപ്പോൾ ആദിലയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ട് കാണണം. എനിക്കറിയത്തില്ല, അത് ആളുടെ പേഴ്സണൽ ചോയ്സാണ് ലൈക്ക് ചെയ്യണോ ലൈക്ക് ചെയ്യേണ്ട എന്നുള്ളത്. പക്ഷേ ആ ഒരിക്കലൊരു തിരുത്തലുണ്ട്. അനുമോളും ഷാനവാസിക്കയും എത്രത്തോളം ഇവരെ ചേർത്ത് പിടിച്ചുവെന്നും ഇവരെത്രത്തോളം അവരെ അകറ്റിയെന്നും പുറകിൽ നിന്ന് കുത്തിയെന്നും ബാക്ക് സ്റ്റാബ് ചെയ്തുവെന്നും എത്ര പേർക്കറിയാം. ഈ എഴുതുന്ന എല്ലാവർക്കും അറിയത്തില്ലേ? പിന്നെയും ഓരോ PR വെച്ച് ഇങ്ങനെ വന്ന് കമൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോഴും ദേ ഓടുന്നുണ്ട് ഏഷ്യാനെറ്റ് പ്ലസിൽ ഇതിൻ്റെ ഈ ഓരോ എപ്പിസോഡും വഴി ബിഗ് ബോസ്. കാണാത്തവരുണ്ടെങ്കിൽ പോയി ഒന്ന് കണ്ടു നോക്ക്, അപ്പോൾ മനസ്സിലാവും. എപ്പിസോഡ് കണ്ടാൽ അത്രയും മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ലൈവ് കാണണം. പാതിരാത്രി ഇരുന്ന് അനുമോളുടെയും ഷാനവാസിക്കയുടെയും കുറ്റവും പറഞ്ഞ്, അനുമോളുടെ അത്രയും ഇല്ല, ഷാനവാസിക്കയുടെ കുറ്റം പറഞ്ഞ് എത്ര ടൈമാണ് നിങ്ങൾ ആ പാവത്തിനെ കുറ്റം പറഞ്ഞത്. എന്നിട്ടിപ്പോൾ ആൾ നിങ്ങളെ കാണാൻ വരാത്തതിന് നിങ്ങളത് ലൈക്കും അടിക്കുന്നു. ഞാൻ നൂറേനെ ഇപ്പോൾ തൽക്കാലം ഒന്നും പറയുന്നില്ല. കാരണം നൂറ അകത്തായാലും പുറത്തായാലും ആരെയും കുറ്റവും പറഞ്ഞിട്ടില്ല. ഇമാതിരി ലൈക്കും വന്നിരിക്കത്തില്ല, ഇമാതിരി പോസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇടത്തുമില്ല. അതൊരു സ്റ്റാൻഡേർഡ്, ഒരു ക്വാളിറ്റി ഉള്ള ഒരാളാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആദിലയുടെ കാര്യം, ആദിലയ്ക്ക് എവിടെ ചവിട്ടണം എന്നറിയത്തില്ല. അതാണ് പ്രശ്നം. അതാണ് ആദിലയുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ ഷാനവാസിക്ക കാണാൻ പോകണ്ടേ എന്നുള്ളത് ആളുടെ പേഴ്സണൽ ചോയ്സാണ്. അദ്ദേഹത്തിനെ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ടല്ലോ നിങ്ങൾ. അദ്ദേഹം ഇപ്പോൾ കൊച്ചിയിലുണ്ട് എന്ന് അറിഞ്ഞത് ഇപ്പം അദ്ദേഹത്തിനെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം കേട്ടോ. പിന്നെ അതിനടിയിൽ വന്നൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. അതായത് ഈ 2 അടിയിൽ വന്നൊരു കമൻറ്റ്, അതൊന്ന് ഞാൻ വായിക്കാം. ഓ പിന്നെ ഇവളുമാർ വലിയ പുണ്യാളത്തികളാണല്ലോ. ദീപിക്കകത്ത് ഇവർക്ക് ആരോടും ഒരു അറ്റാച്ച്മെൻറ്റും ഉണ്ടായിരുന്നില്ല. ലാലേട്ടൻ വന്ന് വഴക്ക് പറഞ്ഞപ്പോൾ ആങ്ങളയ്ക്ക് പുറത്ത് നെഗറ്റീവാണെന്ന് കരുതി നൈസായിട്ട് കാലുമാറി. ഇനിയുണ്ട്, അതൊരു കറക്റ്റ് പോയിൻ്റാണ് അല്ലേ.
ഇവർ എല്ലാവരും പറയാറുണ്ട്, ബിന്നി അടക്കമുള്ളവർ പറയാറുണ്ട്, ഈ വീക്കെൻഡ് എപ്പിസോഡ് ലാലേട്ടൻ്റെ സ്വഭാവം, ആറ്റിറ്റ്യൂഡ് ഓരോ കണ്ടസ്റ്റൻസിലും ലാലേട്ടൻ്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് എന്ന് നോക്കിയിട്ടാണ് ഇവർ പുറത്തേ ഉള്ളൊരു കാര്യങ്ങൾ വിലയിരുത്തുന്നതെന്ന്. അപ്പം ആദില നോക്കുമ്പം ലാലേട്ടൻ വന്ന് ഷാനവാസിക്കിനെ വഴക്ക് പറയുന്നു. അപ്പോൾ ഷാനവാസിക്ക് പുറത്ത് നല്ല നെഗറ്റീവാണെന്ന് കരുതി എന്ത് ചെയ്തു, നൈസായിട്ട് ഒഴിവാക്കിയതൊക്കെ സീൻസൊക്കെ നമ്മൾ ഒരുപാട് BBയിൽ കണ്ടതാണ്. ഇത് കാണാത്തതായിട്ട് നടിക്കുന്ന ഒരുപാട് പേര് കാണും, എനിക്കറിയില്ല. അടുത്ത വായിക്കാം, അതിൻ്റെ ബാക്കി വായിക്കാം. അനീഷിൻ്റെ ദേഹത്ത് ചെളിവെള്ളം ഒഴിച്ച് ഫിസിക്കൽ അസോൾട്ട് ചെയ്തല്ലോ എന്ന് ലാലേട്ടൻ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അനീഷിൻ്റെ ഇറിറ്റേറ്റിംഗ് നേച്ചർ കൊണ്ടാണെന്ന് പറഞ്ഞ് അയാൾ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു അനീഷേട്ടൻ ഫാൻ എന്ന നിലയ്ക്ക് എനിക്ക് അയാളുടെ വെറുപ്പ് തോന്നിയിട്ടുണ്ട്, അതായത് ഷാനവാസിക്കയുടെ വെറുപ്പ് തോന്നിയിട്ടുണ്ടെന്നാണ് ഈ പുള്ളിക്കാരൻ പറയുന്നത്. പിന്നെ അനുമോളുടെ ലവ് പ്രപ്പോസൽ ഒരു കോണ്ടൻറ്റ് ആക്കാൻ ശ്രമിച്ച എന്ന സത്യം വിളിച്ചു പറഞ്ഞതിൽ അയാളെ മോശമായി പറഞ്ഞു. അത് ഷാനവാസിക്കാരൻ മോശമായി പറഞ്ഞു, അത് നമ്മൾ കണ്ടതാണ്. ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ സപ്പോർട്ട് ചെയ്യാമെങ്കിൽ പുള്ളിക്ക് അയാളുടെ ഫ്രണ്ടിനെയും സപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ അയാൾ അനീഷിനോട് ലോയൽ ആയതുകൊണ്ട് ഷാനവാസിനോട് സ്നേഹം മാത്രം. അപ്പം ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ കമൻറ്റ്. ഇത്രയും വലിയൊരു കമൻറ്റ്, എസ്സേ പോലത്തെ ഒരു കമൻറ്റായിരുന്നു. അതിൽ പറഞ്ഞ പല കാര്യങ്ങളും ട്രൂ ആണ്. കാരണം ലാലേട്ടൻ വന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ ഷാനവാസിക്കനെ നെഗറ്റീവ്, അതായത് ഒരു വഴക്ക് പറഞ്ഞപ്പോഴത്തേക്കും അതിൽ എന്ത് വിചാരിച്ചു, പുറത്ത് ഫുൾ നെഗറ്റീവാണ് ഷാനവാസിക്ക്, ഇപ്പോൾ ഷാനവാസിക്ക് ഔട്ടായി പോവും, എലിമിനേറ്റ് ആയി പോവും എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, നൈസായിട്ട് ഒഴിവാക്കി. അത് ഷാനവാസിക്ക് എന്തൊക്കെ ഒഴിവാക്കുന്നു, പിന്നെ കരഞ്ഞ് പിഴിച്ച് പുറകിൽ പോയി സംസാരിച്ചത് നമ്മൾ കണ്ടുള്ളതാണ്. പക്ഷേ ആദില ആൻഡ് നൂറ ശരിക്കും ബാക്ക് സ്റ്റാബേഴ്സാണെന്ന് നമുക്കറിയാം. പിന്നെ എങ്ങനെ ആദിലയ്ക്ക് അത് ലൈക്ക് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ലൈക്ക് ചെയ്തുകൊണ്ട് ഉദ്ദേശം എന്താ, നിങ്ങൾ വലിയ പുണ്യാളത്തികളും അനുമോളും ഷാനവാസിക്കയും ഭയങ്കര ഫേക്കായിട്ട് നിന്ന് നിങ്ങളെ ബാക്ക് സ്റ്റാബ് ചെയ്തെന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്, എനിക്കറിയത്തില്ല. പിന്നെ അതിന് വന്ന വേറൊരു കമൻറ്റ്, ഗെയിമിന് വേണ്ടി കൂടെ കൂട്ടിയെന്നാണ് ഷാനവാസ് തന്നെ സമ്മതിച്ചിട്ടുണ്ട്, ഗെയിം ഓവർ മാൻ. ഇതിലെനിക്ക് പറയാനുള്ളത്, ഗെയിമിന് വേണ്ടി കൂടെ കൂട്ടിയെന്ന് ഷാനവാസ് തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഷാനവാസിക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതായത് ഒരാൾ എന്താണ് പറഞ്ഞതെന്ന് അറിയാതെ ചുമ്മാ കിടന്ന് ഇങ്ങനെ ഘോരം പ്രസംഗിച്ചിട്ട് കാര്യമില്ല. ഷാനവാസിക്ക് പറഞ്ഞ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം അതായത് ഈ തുടക്കം, ഇവരുമായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ തുടക്കം, അക്ബർ ഓൾറെഡി ഇവരെ എന്താ പറയുക അറ്റാക്ക് ചെയ്യുന്നുണ്ട്, ഷാനവാസിക്കിനെ അക്ബറും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഷാനവാസിക്ക് നോക്കുമ്പം ഇവർക്ക് എന്താ പറയുക പറഞ്ഞ് നിൽക്കാനറിയാം. നമുക്ക് കണ്ടാണ് നൂറ കാരണം നെവിൻ ഓടിപ്പോയതുമൊക്കെ. അപ്പം ഷാനവാസിക്ക് എന്ത് വിചാരിച്ചു, ഇവരെ ഫ്രണ്ട്സ് ആക്കാം, അതുകൊണ്ട് ഇവർക്ക് എന്താ പറയുക ഒരു ഗ്രൂപ്പായിട്ട് നിന്ന് അവരെ അറ്റാക്ക് ചെയ്യാം, അതായത് അക്ബർ ആൻഡ് ടീംസിനെ അറ്റാക്ക് ചെയ്യാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് തുടങ്ങിയത് അങ്ങനെയാണെങ്കിലും പിന്നീട് ഇവരുമായിട്ട് നല്ലൊരു ഇമോഷണൽ ടച്ച്, അതായത് ഒരു പെങ്ങന്മാരെന്നുള്ള സ്നേഹം കൊടുത്ത് അവരുടെ എല്ലാ കാര്യങ്ങളെയും സപ്പോർട്ട് ചെയ്ത് ഒരിക്കലും ആരുടെ മുമ്പിലും അവരെ കൊത്തിപ്പറിക്കാൻ കൊടുക്കാതെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്തെന്നൊരു മനുഷ്യനാണ് ഷാനവാസിക്ക എന്ന് പറയുന്നത്. ഗെയിമിന് വേണ്ടി കൂട്ടുപിടിച്ചു, ബാക്കി നിങ്ങൾ കേട്ടിട്ടില്ല, അത് നമ്മുടെ പ്രശ്നമല്ലല്ലോ. ബാക്കി നിങ്ങൾ ഇൻ്റർവ്യൂ കേൾക്കാതെ നമ്മുടെ പ്രശ്നമല്ല. സോ ഗെയിം ഈസ് ഓവർ, അത് കറക്റ്റാണ്. പക്ഷേ ഈ ഷോനവാസ് എന്ന് വിളിക്കേണ്ട ആവശ്യം ഇപ്പോഴും ഇല്ല. ഗെയിം ഓവറാണ് നിങ്ങൾ തന്നെ പറഞ്ഞു, ദെൻ വൈ ആർ യു കോളിങ് ഹിം ഷോനവാസ്, എൻ്റെ ആവശ്യമില്ല. അപ്പം ഇത്രയും പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോഴും അവർ ഷാനവാസിക്കനെയും അനുമോളിനെയും ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ബെസ്റ്റ് മുൻപന്തിയിൽ നിൽക്കുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ലൈഫിലേക്ക് പോകാം. ഷാനവാസിക്കയും അനുമോളും ഒക്കെ അവരുടെ ലൈഫിൽ പോവുകയാണ്. എന്തിനാണ് വെറുതെ വന്ന് ഈ ഇമാതിരി കമൻസ് ഇട്ടതിനൊക്കെ ലൈക്ക് അടിക്കേണ്ട ആവശ്യം എന്താണ്? നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്, നിങ്ങളപ്പോൾ പറയും ആയിക്കോ, കുഴപ്പമില്ല. പക്ഷേ അവൻ ബ്ലഡ് മാറ്റി അനുമോളുടെ ബ്ലഡാണ് ഇപ്പോൾ ഓടുന്നതെന്നുള്ളത് കമൻറ്റ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാവണമല്ലോ നിങ്ങൾ ലൈക്ക് അടിച്ച്. അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഷാനവാസിൻ്റെ ഡ്രീംസിൻ്റെ പുറകെ, അനുമോളുടേതായിട്ട് ലൈഫിൻ്റെ പുറകെ എപ്പോഴും വന്ന് നിങ്ങളെ കണ്ട് പോസ്റ്റ് ചെയ്ത്, ഓൾറെഡി സ്റ്റാർ സിംഗറിൻ്റെ കാര്യത്തിൽ വന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ തമ്മിലുള്ള ഫോട്ടോസൊക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെ കണ്ടപ്പോഴെല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ലാതെ നിങ്ങളെ എന്താ പറയുക ഭയങ്കരമായിട്ട് ഒഴിവാക്കി നിങ്ങളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ചൊന്നും ഷാനവാസിക്ക ചെയ്തിട്ടില്ല. കാണുമ്പം മിണ്ടും, നിങ്ങളോട് സംസാരിക്കാറൊക്കെ ഉണ്ട്. നിങ്ങൾ ചെയ്തത് എന്താണെന്ന് ഒന്ന് ഓർത്ത് നോക്കുക. അദ്ദേഹത്തിന് ഒരുപാട് ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട്, ഒരുപാട് അധികം കരഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അതില ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് ഷാനവാസിക്ക് ഇങ്ങനെ കരഞ്ഞിട്ടുള്ള ഒരു മുഖമൊക്കെ നമ്മൾ നല്ലപോലെ ഞാൻ ഓർക്കുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഓർക്കുന്നുണ്ടായിരിക്കും.
അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇമാതിരി കമൻറ്റ് വന്ന് എഴുതുമ്പോൾ നിങ്ങൾ അവരുടെ സൈഡ് കൊണ്ട് നോക്കുക, അവരെങ്ങനെയായിരുന്നു, അവരുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ് ഷാനവാസിക അനുമോൾ എത്ര പെർഫെക്റ്റ് ആയിരുന്നോ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എനിവേ കമൻസ് എല്ലാം നല്ല ബെസ്റ്റ് കമൻസ് ആണ്, പിന്നെയും കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിൽ കമൻസ്. എനിവേ അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ്, നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾ കമൻറ്റ് വന്ന് എഴുതുന്നു. സോ നിങ്ങൾ കമൻറ്റ് ചെയ്തതിന് ഞാൻ റിയാക്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. എനിവേ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഈ കമൻസിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക.